മഷ്റൂമിന് തിളച്ച വെള്ളത്തിലിട്ടിരിക്കുകയാണ് കേട്ടോ, ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട്. ടോഫു അതിൻ്റെ കവറിൽ നിന്ന് പൊട്ടിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളത്തിൽ ടോഫു ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിന് ശേഷം ടോഫു ഒരു ടർക്കിയിൽ പൊതിഞ്ഞ് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഈർപ്പം എല്ലാം കളഞ്ഞ് എടുക്കണം. അപ്പോൾ അതാണ് ടോഫു ഇങ്ങനെ ഞെക്കി അതിൻ്റെ വെള്ളം കളഞ്ഞ് ടർക്കിയിൽ പിടിച്ചെടുക്കുകയാണ്. മഷ്റൂംസ് കട്ട് ചെയ്ത് വെക്കുക, അതുപോലെ ടോഫുവും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെക്കുവാണ് കുതിരാൻ. അപ്പം നോക്കി, ഗ്രീൻ പീസ്, ടോഫു കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചത്, പിന്നെ ഗാർലിക്, പിന്നെ നമ്മുടെ മഷ്റൂം, ഇതെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ കുറച്ച് ഒഴിച്ച് ഇടയ്ക്കൊന്ന് നമ്മുടെ കുരുമുളക് ജസ്റ്റ് കുരുമുളക് പൊടിച്ച് വെച്ചത് ടോഫുവിൻ്റെ ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് വേഗം അതുകൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പൊടി വേസ്റ്റ് ഒക്കെ ഉണ്ടാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ടോഫുവിനെ എന്നിട്ട് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി. നിർബന്ധമുള്ള ഒരു പ്രൊസീജിയർ അല്ല, മസ്റ്റ് ഒരു പ്രോസസ് അല്ല കേട്ടോ. ഇതിങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എണ്ണയിൽ ഇങ്ങനെ മുരിക്കണം എന്നൊരു നിർബന്ധമുള്ള പ്രൊസീജിയർ അല്ല കേട്ടോ, ഞാൻ ചുമ്മാ ചെയ്തു എന്നുള്ളൂ. വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വീണ്ടും എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം മഷ്റൂം ഗ്രീൻ പീസ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഫ്രോസൺ ഗ്രീൻ പീസിനെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി അതാവും, ഗ്രീൻ പീസ് ആവും. ജസ്റ്റ് സോട്ടായാൽ മതി. അതിന് ശേഷം നമ്മൾ മഷ്റൂം വേവിച്ച മഷ്റൂം പൊടികളൊക്കെ ഇട്ട് വേവിച്ച മഷ്റൂമാണ് അതിട്ടിട്ടുണ്ട്. എല്ലാം ടോഫുവിലും മഷ്റൂമിലും ഒക്കെ നമ്മൾ ഓൾറെഡി ഉപ്പും ബാക്കി പൊടികളെല്ലാം ചേർത്ത് ചിക്കൻ മസാലയും മുളക് പൊടിയും സാമ്പാർ പൊടി അങ്ങനെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഒരു പവർ വരാൻ കിട്ടും, അല്ലെങ്കിൽ ചുവന്ന മുളക് മിക്സിയിൽ ഇടാന്ന് വെച്ചു ക്രഷ് ചെയ്ത് പൗഡറാക്കി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് 2 കവർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ടോഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സ് ഇട്ട് ശേഷം എല്ലാം കൂടെ നല്ലൊരു കോംബോ ആയിക്കോട്ടെ. ഏറ്റവും അവസാനമാണ് നമ്മൾ ഉപ്പെല്ലാം നോക്കിയ ശേഷം നമുക്ക് കാഷ്യൂനട്ടിന്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പശുപാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിനും അതിന്റെ വേറെ വേറെ ടേസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ടിന്റെ മിൽക്ക്, നമുക്ക് ഇഷ്ടമുള്ള പാല്, തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ. അപ്പം ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ട് പേസ്റ്റ് അത് ഇടണമെന്ന് നിർബന്ധമില്ല. ഞാനൊരു ക്രീമി കറി ആക്കാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ അത് എടുക്കാൻ മറന്നുപോയി. അപ്പം പനീർ മട്ടർ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ പനീറിന് പകരം സോയാ പനീറാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പനീറല്ല എടുത്തിരിക്കുന്നത്, സോയാ പനീർ. അതിൻ്റെ പേര് ടോഫു എന്നാണ്. ഞാനെപ്പോഴും ടോഫു ഉപയോഗിച്ചിട്ടാണ് കുക്ക് ചെയ്യാറ്. സാധാരണ പനീറിനേക്കാളും ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സാധനം നിങ്ങൾക്ക് പനീർ വെച്ചിട്ട് ചെയ്യാൻ, പനീറിന് ഇതിന് തമ്മിൽ കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസിയോ ഒന്നും എല്ലാം സെയിം ആയിട്ട് തന്നെ കേട്ടോ ഇരിക്കുന്നത്. ടേസ്റ്റും എല്ലാം സെയിമാണ്. പ്രോട്ടീനും എനിക്ക് തോന്നുന്ന സെയിം തന്നെയാണെന്ന് തോന്നുന്നു, അത് നോക്കേണ്ടി വരും. അപ്പോൾ 2 പ്രോട്ടീൻ തന്നെയാണ്. അപ്പം നമ്മൾ എളുപ്പം എന്നൊരു മട്ടർ പനീർ കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് നമ്മൾ മഷ്റൂമും കൂടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടോഫു നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ കറി.